ഇന്ന് നമുക്കൊരു സ്കാലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജോർജറ്റിൻ്റെ ഷോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളുടെ മെറ്റീരിയൽ വരച്ചു കൊടുക്കണം. ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ ഈ ഒരു പാറ്റേൺ വരച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം ലെങ്ത്ത് 0-ലും സെലക്ടർ C-ലും ടെൻഷൻ 0-ലും സെറ്റാക്കി കൊടുക്കുക. ഞാനിവിടെ നോർമൽ മെഷീൻ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലത്തെ കുറച്ച് പേപ്പർ പീസ് വേണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ വരച്ച് കൊടുത്ത ആ ഒരു പാറ്റേണിൻ്റെ മുകളിലൂടെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് വീഴുമ്പം തന്നെ ആ ഒരു പേപ്പർ കീറി പോന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ സോൾഡറിങ് അയൺ വെച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കത്രിക വെച്ച് കട്ട് ചെയ്യുക. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻഡിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു ത്രെഡ് ട്രിമ്മർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ സ്റ്റിച്ചിലോട്ട് കയറാതെ പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.